രാവിലത്തെ ചായപ്പണിയിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഞാനിത് എവിടെ നിന്ന് ദോശ ചുട്ടോണ്ട് നിൽക്കുക. അമ്മ ആദർശേട്ടനെ കൊണ്ടുപോകേണ്ട ഫുഡിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കാൻ ചോറും കറിയൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ അമ്മ വാഴല മുറിച്ച് വന്നിട്ട് അത് വാട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ആദർശേട്ടൻ ഇന്ന് എക്സാം ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ രാവിലെ എനിക്ക് കുളിച്ച് നേരെ അമ്പലത്തേക്ക് പോയി കിടന്നു. അങ്ങനെ ഒരു 7:30 ആകുമ്പോഴേക്കും ആദർശേട്ടൻ തൊഴുതെത്തി കേട്ടോ. ചേട്ടൻ വരുമ്പോഴേക്കും ദോശ ഞാനിതേ പതുക്കെ ചൂടണം. ആദർശേട്ടന് ചൂട് കൊടുക്കണ കഴിക്കണതാണ് ഇഷ്ടം. അപ്പൊ അതേ സ്പോട്ടിൽ ഇങ്ങനെ ചുട്ടിട്ട് നേരെ കൊണ്ട് കൊടുക്കാട്ടെ ഞാൻ ചെയ്യാറ്. ഇങ്ങനെ വെച്ചാൽ ആദർശേട്ടൻ നന്നായിട്ട് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചൂട് കൊടുക്കണ കഴിക്കാൻ. പിന്നെ ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ അടുക്കളയിൽ പണിയിലായ കാരണം ആദർശേട്ടനാണ് സ്വന്തം ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ വന്ന് നോക്കുമ്പോൾ ഒക്കെ ചുരുട്ടി കൂട്ടി തള്ളി വെച്ചേക്കായിരുന്നു. അപ്പൊ അമ്മ ഒക്കെ പുറത്തേക്ക് എടുത്തൊക്കെ മടക്കി ഒതുക്കി വൃത്തിയിൽ വെച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതേ കാറിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. എക്സാം ഒക്കെ നന്നായി എഴുതണേ. പിന്നെ അത് ആദർശേട്ടൻ പോണേന് കരയാനായിട്ട് നിൽക്കുന്ന അമ്മേനെയാണ് നിങ്ങൾ കാണുന്നത്. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ടെൻഷൻ കിട്ടും ആദർശേട്ടൻ അവിടെ ഒറ്റയ്ക്ക് പോയി നിൽക്കേണ്ട കാര്യത്തിൽ. ഞാൻ എന്താ പോവാത്തേ ചോദിച്ചാൽ ചേട്ടൻ്റെ എക്സാം കഴിഞ്ഞാൽ ചേട്ടനെങ്കിൽ ട്രെയിനിങ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ മലപ്പുറത്താവും, ചിലപ്പോൾ കോഴിക്കോടാവും. ഇനി ദൂരത്തേക്കാണ് ട്രെയിനിങ് കിട്ടിയെങ്കിൽ ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെ തന്നെ എന്തായാലും നേരം വഴുകും. ആ ഒരു സമയം വരെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കാര്യം ഇത്രയ്ക്ക് പോസിബിൾ ആണ്. നമ്മുടെ വീടിന്റെ ചുറ്റും അധികം വീടുകളൊന്നുമില്ല. പിന്നെ റിലേറ്റീവ്സിന്റെ വീടൊക്കെ കുറച്ച് അങ്ങോട്ട് വിട്ടിട്ടാണ്. പിന്നെ കറണ്ടും കൂടി പോയി വെച്ചെങ്കിൽ എന്റെ കാര്യം പിന്നെ പറയാണ്ടാവില്ല. ഒരു 7 മണി വരെ ഒക്കെ ഇരിക്കാൻ പേടില്ല കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേടിയാണ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ആവട്ടെ ഞാൻ കോഴിക്കോടേക്ക് പോവുക. അതുവരെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇത് ആദർശേട്ടൻ ടാറ്റാ ബാബായ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പള്ളിയിൽ ഊട്ടുതിരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഫുഡിനുള്ള പൈസ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ ചേച്ചി എനിക്ക് അവിടെ നിന്നുള്ള ഫുഡ് കൊടുന്നു. സദ്യ ആയിരുന്നു കേട്ടോ. പായസം പപ്പടൊക്കെ കൂടിയിട്ടുള്ളത്. കുറെ ആയിട്ട് സദ്യ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ നേരെ ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അങ്ങനെ കിണ്ണത്തേക്കൊക്കെ ഇട്ട് പപ്പടൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറുണ്ടാണ് കേട്ടോ. ചോറുണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മാള് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സാരിയൊക്കെ മാറിയിട്ട് ഇതേ ഈ ഇടവഴി കൂടെ പോകാൻ ഞങ്ങൾക്ക് ഓൾറെഡി നല്ല പേടി. അവിടെ പട്ടിയുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും പോയിരിക്കേണ്ട സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് മിക്ക ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറ്. അങ്ങനെ എൻ്റെ ഫോട്ടോസ് എടുത്തു, മാളൂനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ നേരം ഇവിടെ നിന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സമയം. പിന്നെ നമ്മൾ തിരിച്ച് പട്ടിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം നമുക്കവിടെ വരാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെ കുറച്ച് ചാടും. നല്ല പേടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറുമ്പോഴേക്കും നമ്മുടെ നിത്താരക്കുട്ടി വന്ന് മൂപ്പത്തേക്ക് തീരെ ഉഷാറില്ല കേട്ടോ. ആകെ ക്ഷീണം പിടിച്ചു, നീരുവീഴ്ചയൊക്കെ ആയിട്ടോ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവളെ അങ്ങനെ കളിപ്പിച്ച് നിന്നു കേട്ടോ. പിന്നെ രാത്രിയാകുമ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിരുന്ന ഞാനായിരുന്നു. പിന്നെ അമ്മ വാരി തന്നപ്പോൾ അങ്ങോട്ട് 2 പ്ലേറ്റ് ചോറ് കത്തിക്കാക്കി. അമ്മ വാരി തരുമ്പോൾ ഇത് എങ്ങനെയാണ് കത്തിക്ക് പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം എനിക്ക് അത്രയും വിശപ്പുണ്ടായിരുന്നു. ഞാൻ ചോറ് വേണ്ട പറഞ്ഞാൽ ഇരിക്കുകയാണ്. പിന്നെ അമ്മ കിഴക്കി പറഞ്ഞപ്പോൾ വെറുതെ അങ്ങോട്ട് ഇരുന്ന് കൊടുത്തതായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ ചോറ് ഇറങ്ങിപ്പോയി എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഫുഡ് അടിച്ചു. പിന്നെ മീൻകറി ആയിരുന്നു കേട്ടോ നമുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു എൻ്റെ വയറ് ഫുള്ളായിട്ടോ. പിന്നെ എനിക്ക് വീർപ്പൊട്ടി തുടങ്ങി. പിന്നെ ഇതേ അമ്മയും ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.